ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും സുപരിചിതമായ ഉപ്പുമാവ്. എങ്ങനെയാണ് ഈസി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈസി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഏതൊക്കെ ചേരുവകളാണെന്നൊന്ന് നോക്കിയിട്ട് വരാവേ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ആദ്യമേ തന്നെ ഞാനിതിലേക്ക് ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. ഈ അളവിൽ, ഒരു കപ്പ് അളവിൽ ക്യാബേജ്. അടുത്തതായിട്ട് സവാള, ഒരു സവാള മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. ഇനി ഏത് പാത്രത്തിലാണോ ഉപ്പുമാവ് റെഡിയാക്കാൻ പോകുന്നത് ആ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിനുശേഷം ചൂടാവുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴണ്ട് കിട്ടാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചേർക്കണം. ഞാനൊരു 3 സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വെജിറ്റബിൾ എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിളും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. പിന്നെ ഈ സമയത്ത് ഇഞ്ചി ചേർക്കുന്നവരാണെങ്കിൽ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും കൂടി ആദ്യം ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാനിതിലേക്ക് ഇഞ്ചി ചേർക്കാറുള്ളതാണ്. ഇന്ന് ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ചേർക്കാം, അതുപോലെ തന്നെ കപ്പലണ്ടി ചേർക്കാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനെയുള്ളതെല്ലാം ചേർക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അടച്ച് വെക്കാൻ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസൊക്കെ വെന്തോ എന്ന് നോക്കിയ ശേഷം മാത്രം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴാണ് പച്ചമുളക് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. റവയ്ക്കും വെജിറ്റബിൾസിനും വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇത് ഇവിടെ ചേർക്കുന്നത്. അതനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം കൂടി ചേർത്ത് തിളച്ച് വരുന്ന ആ ഒരു സ്റ്റേജാണ് ഈ ഒരു ഉപ്പുമാവിന് ഒരുപാട് സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യരുത്. എന്ന് വെച്ചാൽ വെള്ളം തിളയ്ക്കും മുമ്പ്, നന്നായിട്ട് വെട്ടി തിളയ്ക്കും മുമ്പ് റവ ചേർക്കരുത്. നന്നായിട്ട് വെട്ടി തിളച്ച് ആ വെള്ളത്തിൽ കിടന്ന് കുറച്ചും കൂടി വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടണം. ആ 2 കപ്പ് വെള്ളം ചേർത്തത് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. അതാണ് റവ ചേർക്കാനുള്ള സ്റ്റേജ്. ഞാൻ ഈ ഒരു റവയാണ് എടുത്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ആ റവയാണ് എനിക്ക് കിട്ടിയത്. ഏത് റവയായാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടിയത് ഏതാണോ, നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് തന്നെ ചേർക്കാം. ഇനി റവ ഞാൻ ഒരു കവർ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല. 500 ഗ്രാമിൻ്റെ ഒരു കവറിൽ ഒരു 1/2 കവർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആ ഒരു അളവിലാണ് വെജിറ്റബിൾസും എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരുപാട് നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉപ്പുമാവ് റെഡിയായി കിട്ടുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുമ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയായാലും അല്ലാത്തതായാലും ഒരു കുഴപ്പമില്ല. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. റവ പ്രത്യേകം റോസ്റ്റ് ചെയ്തെടുത്തിട്ടും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അല്ലാതെയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിനൊന്നും എനിക്ക് ഒരു വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇനി വീണ്ടും ഒരു 4-5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഈ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒട്ടും തന്നെ വെക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും. കാരണം ഈ റവ ചേർത്ത ശേഷം പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളമൊക്കെ റവയിലേക്ക് അബ്സോർവ് ആയിക്കോളും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉറപ്പായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലും ബന്ധുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ട്രൈ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.